ആശ്രമം മൈതാനത്ത് നമ്മളുടെ എക്സിബിഷൻ നടക്കുന്ന പറമ്പിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കിടിലം പൂച്ചെടികളാണ്. അതിനകത്ത് തന്നെ ഇപ്പം വിൽപ്പനയ്ക്ക് തയ്യാറായിരിക്കുന്ന ജെറിബറ പ്ലാന്റാണ് ഈ കാണുന്നത്. ആശ്രമം മൈതാനത്താണ് ഈ എക്സിബിഷൻ നടക്കുന്നത്. ജെറിബറ മാത്രമല്ല കേട്ടോ, നല്ല അടിപൊളി വെറൈറ്റി റോസുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല ചട്ടിയിലുള്ള റോസ്, 3 എണ്ണം 100 രൂപ ടൈപ്പ് റോസ്, 2 എണ്ണം 100 രൂപ ടൈപ്പ് റോസ്, 1 എണ്ണം 100 രൂപ ടൈപ്പ് വലിയ റോസ്, അങ്ങനെയുള്ള ഒരുപാട് പ്ലാന്റുകൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. റോസ് എന്ന് പറഞ്ഞാൽ അടിപൊളി റോസ്. തീരുന്നതിന് മുമ്പ് വന്ന് വാങ്ങാൻ ശ്രമിക്കുക. ഇത് സെപ്റ്റംബർ 17-ാം തീയതി ഇന്ന് എടുക്കുന്ന വീഡിയോ ആണ്. ചിലപ്പോൾ 3-4 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. അന്നേരം ചിലപ്പം വരുമ്പം നിങ്ങൾ ഉദ്ദേശിച്ച പ്ലാന്റുകൾ കണ്ടെന്ന് വരത്തില്ല. അത്രത്തോളം നല്ല കിടിലം പ്ലാന്റുകളാണ്. ആളുകൾ വരുന്നു, നോക്കുന്നു, എടുക്കുന്നു. അതാണ് അതിനകത്ത് നടക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പം കൊണ്ടുവന്നിരിക്കുന്ന വലിയ ചട്ടിയിലുള്ള റോസും ചെറിയ ചട്ടിയിലുള്ള റോസും പ്രത്യേകം കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ വലിയ മാവുകൾ, അതേപോലെ തന്നെ ചെമ്പരത്തി, നല്ല കാലക്കം വെറൈറ്റി ചെമ്പരത്തി, കുരുവിൽ നിന്ന് മാംസം ഇളകി വരുന്ന റംബുട്ടാൻ തൈ, മാംഗസ്റ്റിൻ തൈ, അതേപോലെ വലിയ മാവിൻ തൈകൾ, ഒരുപാട് വെറൈറ്റി മാവുകളുണ്ട് കേട്ടോ. ഇപ്പോൾ നീലം, സേലം, മൽഗോവ, പ്രിയൂർ മാത്രമല്ലാതെ മല്ലിക, ഇമാം ബസന്ത്, അതേപോലെ റൊമാനിയ മാവ്, റോമൻ ആപ്പിൾ മാവ്, അങ്ങനെയുള്ള കുറേ പ്ലാന്റുകൾ നമ്മൾ ഈ എക്സിബിഷനായിട്ട് നമ്മളിവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. മാത്രമല്ല ശീമപ്ലാവിൻ്റെ തൈ മുതൽ മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ തൈ വരെ, അതായത് അമ്പഴങ്ങ തൈകൾ, സിന്ദൂറിയ വരിക്കപ്ലാവ്, അതേപോലെ പല വെറൈറ്റി പേരത്തൈകൾ, മാതള തൈകൾ, പിന്നെ വേറെ എന്തൊക്കെയോ ഉണ്ട്. ഒരുപാട് സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ചട്ടി കത്തി കായ്പിക്കുന്ന കുറ്റി കുരുമുളക്, വള്ളി കുരുമുളക്, അതേപോലെ തന്നെ ഇൻഡോർ പ്ലാന്റുകൾ, ഓർക്കിഡ് പ്ലാന്റുകൾ, അതേപോലെ തന്നെ റോസ് മാത്രമല്ല. നമ്മളെ നഴ്സറി എന്ന് പറയുന്നത് റോസിന് മാത്രമായിട്ടുള്ള നഴ്സറി അല്ല, എന്നാൽ ഒരുപാട് റോസ് ഇറക്കുന്ന നഴ്സറിയാണ്. ഒരുപാട് അത്യാവശ്യം നല്ല കിടിലം വെറൈറ്റി റോസുകളൊക്കെ കാണും. അതേപോലെ നല്ല കിടിലം ചെമ്പരത്തികളൊക്കെ കൊല്ലത്ത് വരുന്ന സമയത്ത് കാണാനുള്ള ഒരു സാഹചര്യം നമ്മളിവിടെ ഒരുക്കുന്നുണ്ട്. ഇനി ഒരാഴ്ച കൂടിയേ നമ്മൾ എക്സിബിഷൻ ഇവിടെ ഉള്ളൂ, ആശ്രമം മൈതാനത്തുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റ് വന്ന് എടുക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല പ്രത്യേകം നമ്മളെ സബ്സ്ക്രൈബറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും കുറച്ച് അഡ്ജസ്റ്റൊക്കെ ചെയ്ത് തരുന്നതായിരിക്കും. പ്രത്യേകം അത് പറയണം, കുമാർ നഴ്സറിയുടെ സബ്സ്ക്രൈബറാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ചെറിയ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ചോദിച്ച് വാങ്ങാവുന്നതാണ്. അവിടെ ചേട്ടന്മാരൊക്കെ ഉണ്ട്, അവിടെ ചോദിച്ച് ചെറിയ ഡിസ്കൗണ്ടൊക്കെ തരുന്നതായിരിക്കും. ഓക്കെ, സ്ട്രോബെറിയുടെ തൈ വന്നിട്ടുണ്ട്. നല്ല ബെഡായിട്ട് സ്ട്രോബെറിയുടെ തൈ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇസ്രേലിയൻ അത്തിയുടെ തൈ വന്നിട്ടുണ്ട്. ഇസ്രേലിയൻ അത്തിയുടെ തൈ ഇപ്പോൾ കൊണ്ടുവന്ന് വെച്ചേക്കുന്നത് ഇസ്രേലിയൻ അത്തിയുടെ തൈ കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ പല വെറൈറ്റി പേര് മാത്രമല്ല, നിക്കോഡിയ പ്ലാന്റിൻ്റെ തൈകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ലോറ പെറ്റാലയുടെ തൈ, ഇതാണ് നിക്കോഡിയ എന്ന് പറഞ്ഞാൽ ഇറിഞ്ഞിൽ പോലെ ഇപ്പോഴും പൂത്ത് കിടക്കുവാണ്. ഇന്നും വന്നിട്ടുള്ള നമ്മുടെ ഈ ചാനലും പേജും ഒക്കെ കണ്ടിട്ട് വന്നിട്ടുള്ള കുറേ അണ്ണന്മാരും ചേച്ചിമാരും ഉണ്ട്. അവർക്കെല്ലാം ഇത് കാണാൻ സാധിച്ചിട്ടുണ്ട്. തൈകൾ ഒരുപാട് പേര് മേടിച്ചുകൊണ്ട് പോകുന്ന ഒന്നാണ്. അതേപോലെ തന്നെ ഇൻഡോർ പ്ലാന്റ് അഗ്ലോണിമ വെറൈറ്റി കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. മെലസ്റ്റോമ പ്ലാന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ വേറെ ഏതാ കൂഫിയ, വൈറ്റ് കൂഫിയും വയലറ്റ് കൂഫിയും കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല കിടില തെറ്റിയുടെ തൈകൾ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല തെറ്റിയുടെ ചെറിയ തൈകളും വലിയ പൂ പിടിച്ച പ്ലാന്റുകളും ഉണ്ട്. ചെറിയ തൈകൾ മേടിച്ച് വയ്ക്കുന്നത് നല്ലതാണ്. കുറച്ച് പ്ലാന്റുകൾ തെറ്റിയുടെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ പൂത്തിക്കുന്ന കണ്ടിട്ട് തൈ മേടിച്ചിട്ട് പോവാം. അതുപോലെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈയുണ്ട്, തായ്ലൻഡ് ജംബോ പേരയുണ്ട്, സ്ട്രോബെറി ഉണ്ട്, സ്ട്രോബെറി പേരത്തൈ ഉണ്ട്. പിന്നെ അതേപോലെ കുറേ ഫ്രൂട്ട് ഐറ്റംസ് ഒക്കെ ഉണ്ട്. കുറച്ച് ചക്ക നെല്ലിക്ക, അതേപോലെ തന്നെ സ്നേക്ക് പ്ലാന്റുകൾ, സ്റ്റാർലൈറ്റ് പ്ലാന്റ്, അങ്ങനെ കുറേ പ്ലാന്റുകളുണ്ട്. ദാണ്ട് യുജീനിയ പ്ലാന്റ്, വേരികറ്റ ഇലയ്ക്ക് 2 കളറുള്ള യുജീനിയ, ദാണ്ട് കൂഫിയുടെ പ്ലാന്റ്, ദാണ്ട് നല്ല അടിപൊളി കൂഫിയുടെ പ്ലാന്റ്, എല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മളെ നേഴ്സറി ആശ്രമം മൈതാനത്ത് നിൽക്കുന്ന നേഴ്സറിയിലുള്ള കാഴ്ചകൾ. ഇന്നത്തെ ദിവസത്തെ കാഴ്ചകൾ, അതായത് സെപ്റ്റംബർ 17-ാം തീയതിത്തെ വീഡിയോ ആണ് ഇപ്പോൾ ഇട്ടേക്കുന്നത്. ഇതെല്ലാം ഇപ്പോൾ അവിടെ വെച്ചേക്കുന്ന പ്ലാന്റുകളാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റുകൾ ഇവിടെ വന്ന് വാങ്ങാനായിട്ട് സാധിക്കും. അടുത്ത ഞായറാഴ്ച കൂടി കൺഫേം ആയിട്ട് നമ്മളെ നേഴ്സറി ഇവിടെ കാണും. എക്സിബിഷൻ ഇവിടെ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റ് ഇവിടെ നിന്ന് വാങ്ങാൻ സാധിക്കും. അതേപോലെ തന്നെ ഒരുപാട് അല്ലറ ചില്ലറ പ്ലാന്റുകൾ ഒരുപാടുണ്ട്. അതേപോലെ തന്നെ വലിയ മാവ്, പൂത്ത മാവ്, റെഡ് പാം, അതേപോലെ തന്നെ ചക്ക, ചെറുതിലേക്ക് കായ്ക്കുന്ന പ്ലാവിൻ തൈകൾ, അതേപോലെ തന്നെ തേക്കിൻ തൈ മുതൽ ഇങ്ങോട്ടുള്ള പലതും, ഊതുമരത്തിൻ്റെ തൈ, അതേപോലെ ഒലിവ് മരത്തിൻ്റെ തൈ ഇല്ലേ, ഒലിവ് മരത്തിൻ്റെ തൈ, വിക്ടോറിയ സിമ്പിളായിട്ടുള്ള ഒലിവ് മരത്തിൻ്റെ തൈകൾ, അതേപോലെ ബന്ദിച്ചെടി മുതൽ ഇങ്ങോട്ടുള്ള കുറേ സാധനങ്ങൾ നമ്മളിവിടെ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. സെയിലിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ചേട്ടന്മാരെല്ലാവർക്കും ഇതാണ്ട് നല്ല കിടിലം പ്ലാന്റ് കേട്ടോ. ഒരിക്കലും ഒരു തൈ മേടിച്ച് വെച്ചില്ലെങ്കിൽ നഷ്ടമാണ്. റോസിഡ്സ് എന്ന് പറയപ്പെടുന്ന നല്ല വെയിൽ കിട്ടുന്നിടത്ത് മണ്ട കട്ട് ചെയ്ത് ബുഷാക്കി നിർത്താൻ പറ്റുന്ന ഇഷ്ടംപോലെ പൂ പിടിക്കുന്ന, ഇതേപോലെ പൂ പിടിക്കുന്ന ഒരു ചെടിയില്ല, നല്ല കിടിലം പൂ പിടിക്കുന്ന ചെടി റോസിഡ പ്ലാന്റ്, അല്ലെ റോസിഡ്സ് എന്നറിയപ്പെടുന്ന
പ്ലാന്റാണ് ഈ കാണുന്നത്. നല്ല ഒരു തൈ, അതായത് ഒരു ഒരെണ്ണം പൂത്ത് നിന്ന് കഴിഞ്ഞാൽ ആ ഏരിയയിലുള്ള തൈകൾ മൊത്തം വിറ്റ് പോകുന്ന ഒരു പ്ലാന്റാണ്. വളരെ നയനമനോഹരമായ പ്ലാന്റാണ്. സമയം പോലെ ഒരു റോസിഡ ചെടി അല്ലെങ്കിൽ റോസിഡ്സ് പ്ലാന്റ് എന്നറിയപ്പെടുന്ന പ്ലാന്റും ഒക്കെ മേടിച്ച് വെക്കുക. ചെറിയ പൂക്കളുള്ള പല സാധനങ്ങളുണ്ട്. അതുപോലെ തന്നെ മരമുല്ല, മണിമുല്ല, നാഗമുല്ല, അതേപോലെ തന്നെ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വെറൈറ്റി മുല്ല, പണ്ട് കാലത്തുണ്ടായിരുന്ന മുല്ലത്തൈയാണ്. ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗുണ്ടുമുല്ല, വലിയ മുല്ല, ആ മുല്ലയുടെ ഒരു വെറൈറ്റിയാണ്. അതും ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ കുറേ പ്ലാന്റുകൾ ഇപ്പം ഇരിക്കുന്ന ഓർക്കിഡുകളായി കാണുന്നതാണ്. നല്ല അടിപൊളി ഓർക്കിഡ് പ്ലാന്റ്. ഇനി കുറേ പ്ലാന്റ് കൂടെ ഉണ്ട്. ഒരുപാട് പ്ലാന്റ് ഇല്ല, കുറേ പ്ലാന്റ് കൂടെ ഉണ്ട്. ആവശ്യമെങ്കിൽ അതും കൂടെയൊക്കെ ഒന്ന് വന്ന് വാങ്ങാനായിട്ട് ശ്രമിക്കുക. അതേപോലെ കിഡിലം പ്ലാന്റുകൾ, ഇഷ്ടമുള്ള പ്ലാന്റുകൾ തിരഞ്ഞെടുക്കാം. ഓക്കെ, അന്നേരം എല്ലാവർക്കും കൊല്ലം ജില്ലയിൽ മാത്രമല്ല ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. ആശ്രമ മൈതാനത്ത് വരുന്ന സമയത്ത് നമ്മൾ നേഴ്സറിയൊക്കെ ഒന്ന് കയറി കാണാനായിട്ട് ശ്രമിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി. പിന്നെ പേജ് ഫോളോ ചെയ്യണേ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്